പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ദേവരാജ് അമ്പലൂരാണ്. ഇത് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി ചീരാൽ ഭാഗത്തുള്ളൊരു വീടാണ്. 6 സെൻറ്റിലുള്ളൊരു വീടാണ്. ആ വീടിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നല്ലൊരു കാമാൻകോയറ്റായ ഏരിയയിലാണ്. ടാർ റോഡ് ഫ്രണ്ടേജാണ്. നല്ല വ്യൂ ഒക്കെ ഉള്ളൊരു സ്ഥലത്താണ്. നല്ല വയനാടൻ മഞ്ഞും കുളിരും തണുപ്പൊക്കെ ഉള്ളൊരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ലൊരു ഏരിയയിലാണ്. ഫ്രഷ് വീടാണ്. കുറച്ച് വർക്ക് എന്ന് പറഞ്ഞാൽ മുറ്റത്ത് ഫ്രണ്ടിൽ മതിൽ കെട്ടാനും ഗേറ്റിൻ്റെ വർക്കും മുറ്റത്തിൻ്റെ ചെറിയൊരു വർക്കും മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കി 99% വർക്കുകൾ കഴിഞ്ഞതാണ്. ഈ ഭംഗിയുള്ള വീട്ടിൽ 4 ബെഡ്റൂമുകളുണ്ട്. അപ്പം ഇതിൻ്റെ വെള്ളത്തിൻ്റെ സോഴ്സ് ബോർവെല്ലാണ്. ഇഷ്ടംപോലെ വെള്ളമുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന നല്ല വ്യൂ ആണ്. മുന്നിൽ നല്ല മരത്തിൻ്റെയും പൊല്യൂഷൻ ഫ്രീ ആയിട്ടൊക്കെ നല്ല ശുദ്ധമായ വായുവൊക്കെ ശ്വസിച്ചുകൊണ്ട് നല്ല ഫ്രീ ആയിട്ടുള്ളൊരു സ്ഥലത്ത് നല്ല കാമാൻകോയറ്റായ സിറ്റി അടുത്ത് തന്നെയാണ്. എന്നാൽ ഗ്രാമീണ അന്തരീക്ഷത്തിൻ്റെ എല്ലാ ഭംഗിയും ആസ്വദിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റുന്ന താല്പര്യമുള്ളവർക്ക് ഇനിയിപ്പോൾ ഒരു വില്ല ഇപ്പോൾ ഒരു വില്ലയൊക്കെ ആഗ്രഹിക്കുന്നവർ, ഇപ്പം ഒരു വയനാട്ടിലേക്ക് ഒരു വില്ല വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയതാണ്. ഒരു ക്യൂട്ട് വീടൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയ സംഭവം. ഇനി ഒരു ഹോം സ്റ്റേ മൂഡിനും പറ്റിയൊരു സംഭവമാണ്. ആ രീതിയിലുള്ളൊരു വീടാണ്. ലാൻഡ്സ്കേപ്പിനനുസരിച്ച് ഈ ഭൂമിയുടെ കിടപ്പിനനുസരിച്ചാണ് ഈ വീടിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന വീട് പുത്തൻ വീടാണ്. 4 ബെഡ്റൂമാണ്. 6 സെൻറ്റ് സ്ഥലത്താണുള്ളത്. അപ്പോൾ നമുക്ക് ആ വീടിൻ്റെ പുറമേ കാഴ്ചകളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടത്. നല്ല മരത്തിൽ തീർത്ത ജനലിൻ്റെ വർക്കുകളൊക്കെ കണ്ടുകൊണ്ട് നമുക്കിനി ഉള്ളിലത്തെ കാഴ്ചകളിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ആ ചുറ്റുവട്ടത്തെ കാഴ്ചകൾ ഒന്നും കൂടെ കാണുകയാണ്. മുന്നിൽ തന്നെ ടാർ റോഡാണ്. ദൂരത്തേക്ക് നല്ല വ്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് മെല്ലെ ഉള്ളിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ ഒരു ഹാളാണ്. നല്ലൊരു സെറ്റിയൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ആ റൂമിനനുസരിച്ച് സെറ്റിയൊക്കെ ഡിസൈൻ ചെയ്ത് നമുക്ക് ആ ഫസ്റ്റ് ഇത് ലിവിങ് ഹാളിലേക്കാണ് നമ്മൾ കയറിയത്. ഇനി നമ്മൾ ആ ലാൻഡ്സ്കേപ്പിനനുസരിച്ചുള്ള ഡിസൈൻ അതാണ് നമ്മളിപ്പോൾ കയറുമ്പം കാണുന്നത്. കറക്റ്റായിട്ട് സ്പേസ് ചെയ്തിട്ട് ഒരു ഭാഗത്തേക്ക് ഡൈനിങ് ടേബിൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വലതുവശത്തായിട്ട് ഒരു ബെഡ്റൂം ഉണ്ട്. അപ്പോൾ ആ ഇവിടെ വാഷിംഗ് ഏരിയ നമ്മൾ കാണാം. ഒക്കെ ഒരു കറക്റ്റ് സ്പേസിൽ വെച്ചിട്ടുണ്ട്. മറ്റുള്ള ഈ പാസിങ്ങിനൊന്നും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് അതൊക്കെ സ്പേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ വീട്ടിലത്തെ ആദ്യത്തെ ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. നല്ല വെൻറ്റിലേഷനൊക്കെ ഉണ്ട്. എല്ലാ ഭാഗത്തുനിന്നും വെളിച്ചം സ്മൂത്തായിട്ട് കയറുന്നുണ്ട്. നല്ല എയർ സർക്കുലേഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ബെഡ്റൂമിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് ബെഡ്റൂം നമുക്ക് കാണാം. നമുക്കിപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആവശ്യത്തിനുള്ള സ്പേസ് ഉണ്ട്. ബെഡൊക്കെ ഇട്ട് അലമാരയും പിന്നെ നമ്മൾ മേശയൊക്കെ വെച്ചാലും നമ്മൾ കാണുന്നുണ്ടല്ലോ, നന്നായിട്ട് സ്പേസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ബെഡ്റൂമിൽ തന്നെ ഉള്ള ഏരിയകളാണ് നമ്മൾ കണ്ടത് നേരത്തെ. ഇനിയിപ്പോൾ നമ്മൾ ഹാളിലേക്ക് വീണ്ടും കയറിയിട്ട് നമ്മൾ ആ നേരത്തെ ആ സെറ്റീൻ്റെ ഭംഗിയൊക്കെ ഒന്നും കൂടെ ആസ്വദിക്കുകയാണ്. നല്ലൊരു ഏരിയ ഉണ്ടല്ലോ അവിടെ. നല്ലൊരു സുഖമായിട്ട് കുറേ ആൾക്കാർക്ക് ഇരുന്നിട്ട് വീട്ടിലത്തെ എല്ലാ അംഗങ്ങൾക്കും അവിടെ ഇരുന്നിട്ട് ഒരേ സമയം TV ആസ്വദിക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ. ഇനി ഈ വീട്ടിൽ തന്നെ മുകളിലേക്ക് ചെറിയൊരു സിമ്പിൾ ചെറിയൊരു സ്റ്റെയർ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ബെഡ്റൂം കൂടെ കാണാം. അപ്പോൾ ആ ഒരു ബെഡ്റൂം കാണാം. നമ്മളിതാ ഇവിടുന്ന് വീണ്ടും ഒരു സ്റ്റെയർ മുകളിലേക്ക് കാണാം. ആ ലാൻഡ്സ്കേപ്പിനനുസരിച്ച് വീടിൻ്റെ അവിടെ ആ നിന്നിരുന്ന സ്ഥലത്തിനനുസരിച്ചാണ് ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത് വളരെ ഭംഗിയായിട്ടുണ്ട് ഉള്ളിൽ. ഇത് ഈ വീട്ടിലത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഇനി നമുക്കങ്ങനെ അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ബാത്റൂമൊക്കെ നല്ല ഭംഗിയായിട്ട് എല്ലാ യൂറോപ്യൻ ഫിറ്റിങ്സൊക്കെ വെച്ചിട്ട് സ്റ്റാൻഡേർഡായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവിധ സംഭവങ്ങളൊക്കെ ഉണ്ട്. നല്ല സ്റ്റാൻഡേർഡായിട്ട് ചെയ്തിട്ടുണ്ട്. വാഷ് ബേസിനും എല്ലാ ഷവറും എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ട് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മൾ ആ രണ്ടാമത്തെ ബെഡ്റൂം കണ്ടിറങ്ങി. ഇനി നമുക്ക് അവിടെ നിന്ന് തന്നെ അടുത്ത സ്റ്റെയർ കയറാനുണ്ട്. അപ്പോൾ അടുത്ത സ്റ്റെയർ കയറുക. നമ്മളിതാ ഇവിടെ കിച്ചൺ ഏരിയകളുണ്ട്. കിച്ചൺ ഏരിയ താഴത്തെ ഏരിയ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊന്തിയിട്ടാണ്. അപ്പോൾ കിച്ചൺ ഏരിയയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. കിച്ചൺ ഏരിയ നമുക്കൊന്ന് കാണാം. കിച്ചൺ ഏരിയ കണ്ടിട്ട് നമുക്ക് മറ്റേ ബെഡ്റൂമിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. കിച്ചണൊക്കെ നല്ല വൃത്തിയായിട്ട് നല്ല ഭംഗിയുള്ള ടൈൽസൊക്കെ ഒട്ടിച്ച് നിലത്തൊക്കെ നല്ല പിന്നെ ഒരു ഗ്രിപ്പൊക്കെ ഉള്ള ടൈലൊക്കെ ഒട്ടിച്ച് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കിച്ചൺ ഏരിയ നമ്മൾ സിമ്പിളായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുള്ളൂ. നമുക്കിനി അടുത്ത ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. നമ്മളിപ്പോൾ 2 ബെഡ്റൂമുകളെ കണ്ടുള്ളൂ. ഇനി 2 ബെഡ്റൂമുകളും കൂടെ നമുക്ക് കാണാനുണ്ട്. അപ്പം നമുക്കതിൻ്റെ കാഴ്ചകളിലേക്കും പോകാം. അപ്പം നമുക്കിതാ ഇവിടെ ആൾ കുറവായതുകൊണ്ട് ഒരു ബെഡ്റൂമൊക്കെ നമ്മൾ അപ്പുറത്ത് സിമ്പിളായിട്ട് അങ്ങനെ ഉപയോഗിക്കുന്നില്ല. ഇതിപ്പോൾ 3ാമത്തെ ബെഡ്റൂമാണ് കേട്ടോ. ഈ വീട്ടിലത്തെ വലിയൊരു അലമാരയുണ്ട്,
ഡ്രസ്സിങ് ടേബിൾ ഉണ്ട്. അപ്പോൾ ഒക്കെ ചെയ്തിട്ടും ഇവിടെ സ്പേസ് ഉണ്ട്. അതും നമ്മൾ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ ബാത്റൂം അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ളതാണ്. നല്ല രീതിയിൽ നേരത്തെ പറഞ്ഞ പോലെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല ഫിറ്റിങ്സ് ഒക്കെ വെച്ചിട്ട്. അപ്പം 3 ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. നമ്മൾ കണ്ടല്ലോ, ഇവിടെ ഒരു ഹാളുണ്ട്, ആവശ്യത്തിന് സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു കോമൺ ബാത്റൂമും കൂടി ഉണ്ട് കേട്ടോ. ഒരു കോമൺ ബാത്റൂമും കൂടെ മുകളിലുണ്ട്. അപ്പോൾ കോമൺ ബാത്റൂം നമുക്കൊന്ന് കണ്ടിട്ട് പോകാം. ഇതിപ്പോൾ ഒരു കോമൺ ബാത്റൂമാണത്. അതും ആവശ്യത്തിന് സ്പേസ് ഒക്കെ ആയിട്ട് യൂറോപ്യൻ സ്റ്റൈലിലെ ഫിറ്റിങ്സ് ഒക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇനിയിപ്പം ഇവിടെ തന്നെ നമുക്കിനി 4ാമത്തെ ബെഡ്റൂം കാണാം. 4ാമത്തെ ബെഡ്റൂം യൂസ് ചെയ്യാത്തതുകൊണ്ട് ഇപ്പോൾ ചുരുക്കി കുറച്ച് ചെറിയൊരു മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തുണിയൊക്കെ ആറിടാനൊക്കെ ആയിട്ട് യൂസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മൊത്തം 4 ബെഡ്റൂമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 4 ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത്. 4 ബെഡ്റൂം 6 സെൻറ്റ് സ്ഥലമുള്ള ഈ വീടിന് ആവശ്യപ്പെടുന്ന തുക, ഇതിപ്പോൾ അതിൻ്റെ ഒരു ബാൽക്കണിയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നല്ല വ്യൂ ഒക്കെ ഉള്ളൊരു പോയിൻ്റാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് ആവശ്യപ്പെടുന്ന തുക 65 ലക്ഷം രൂപയാണെങ്കിലും വില നെഗോഷ്യബിൾ ആണ്. അപ്പോൾ എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വിശദമായ വിവരങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 94 95 36 57 30 എന്ന നമ്പറിൽ വിളിക്കുക. വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ഇടുക. അപ്പോൾ നല്ലൊരു ശാന്തമായ അന്തരീക്ഷത്തിൽ നല്ലൊരു വ്യൂവിലൊക്കെ എല്ലാ സൗകര്യത്തോടും കൂടി ഒരു വീട് ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റും. ഇവിടെ അടുത്ത് തന്നെ എല്ലാ മതസ്ഥാപനങ്ങളുണ്ട്, വിദ്യാലയങ്ങളുണ്ട്, ഹെൽത്ത് സെൻ്ററുകളൊക്കെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പം എല്ലാം കൊണ്ടും നല്ലൊരു വീട്, ഒരു ഹോം സ്റ്റേക്കാർക്കും ഒരു നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു വീടൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു സംഭവമാണ്. ഇവിടെ ഒരു പുറത്ത് ഇപ്പം ഒരു നമുക്ക് വാഷ് ബേസിനൊക്കെ വെച്ചിട്ട് അവിടെ ഒരു ഏരിയ ഉണ്ട്. അപ്പം ഓക്കെ, തൊട്ടടുത്തൊക്കെ വീടുകളുള്ള ഏരിയ ആണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീഡിയോ മുഴുവനായിട്ട് കാണുക. താങ്ക് യു ഓൾ.